നമസ്കാരം. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മുടെ CS എക്സിക്യൂട്ടീവിനും CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഗുരുകുലം രീതിയിലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതിനർത്ഥം ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആണുള്ളത്. 20 സീറ്റാണ് നമ്മുടെ അഡ്മിഷൻ ആയിട്ടുള്ളത്. ഈ 20 പേർക്ക് പേഴ്സണലൈസ്ഡ് കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഈ കോഴ്സിൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവരെ ജോയിൻ ചെയ്യാൻ സമ്മതിക്കുകയും അവർക്ക് അഡ്മിഷൻ കൊടുക്കുകയും അതിനുശേഷം അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി പേഴ്സണലൈസ്ഡ് അറ്റൻഷനോട് കൂടി കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു കുറേയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജായിട്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടോ നിങ്ങൾ ധരിക്കരുത്. ഇത് അങ്ങനത്തെ ഒരു സ്ഥലമല്ല, ഇത് അതിനുള്ള സ്ഥലവുമല്ല. കമ്പനി സെക്രട്ടറി ആകണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ കുട്ടികൾ, അവർക്കത് ആകണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കലാണ്, അവരെ മെന്റർ ചെയ്യലാണ് അർത്ത CS-ന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്നോട് ഞാനിങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാകാം. അവർക്ക് എന്നെ കുറിച്ച് അറിയാം. അല്ലെങ്കിൽ പുതിയ ആൾക്കാർ അവരെന്നോട് സംസാരിക്കുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ എന്താ ഇങ്ങനെയൊക്കെ പറയണേ, ഞാൻ എങ്ങനെയൊക്കെ പറയണേ, സാർ എന്താ ഇങ്ങനെ, ഞാൻ എന്താ സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ? അതല്ല, അവർ ചോദിക്കുന്നത് സാർ എന്താ ഇങ്ങനെ പറയണത്, എന്താ ഞാൻ പറയണത്? ഞാൻ പാരന്റ്സിനെ കണ്ടാൽ മാത്രമേ അർത്ത CS-ൽ അഡ്മിഷൻ കൊടുക്കുള്ളൂ. പാരന്റ്സിനോട് ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം അതിലുണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളെ കുറിച്ച്, പ്രോബ്ലംസിനെ കുറിച്ച്, പരാജയപ്പെടാനുള്ള സാധ്യതയെ കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി അതിനുശേഷം അവർക്കും കൂടെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കൊടുക്കുന്നു. നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതയെ കുറിച്ച് ഫോക്കസ് ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇതിലുണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എപ്പോഴാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് വിട്ടുപോകേണ്ടത് അല്ലെങ്കിൽ വിട്ടുപോകാൻ തോന്നുന്നത്, ആ സമയം എപ്പോൾ വരും എന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എവിടെ നിന്നെല്ലാം ഡിമോട്ടിവേഷൻ വരും എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ആരൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സ് പറ്റില്ല, നിങ്ങൾക്ക് ജോലി കിട്ടില്ല, നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ല, നിങ്ങളൊരു ഒരു സെറിമോണിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലർക്ക് മാത്രമാണ് എന്നൊക്കെ നിങ്ങളോട് പലരും പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് വളരെയധികം നെഗറ്റീവ് മെന്റാലിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ നമ്മുടെ മനസ്സിൽ കടന്നു കയറുന്ന സമയത്ത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് തരണം ചെയ്യാൻ സാധിക്കണം. നോക്കൂ, കമ്പനി സെക്രട്ടറി കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഈസി വാക്കല്ല. അതായത് വരുന്നു, പഠിക്കുന്നു, പാസ്സാകുന്നു, പോകുന്നു. വരുന്നു, പഠിക്കുന്നു, അടിപൊളി. പിന്നെ പാസ്സാകണോ പോണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ചിട്ടാണ്. അതായത് പഠിച്ചവരെല്ലാം പാസ്സാകാൻ സാധ്യതയുള്ള ഒരു കോഴ്സല്ല ഇത്. എന്നാൽ ആഗ്രഹിച്ച് പഠിക്കുന്നവര്, അതായത് പരിപൂർണമായും അവരുടെ എഫേർട്ട് ഇട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ പാസ്സാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ പാരന്റ് ആണെങ്കിലും കുട്ടിയാണെങ്കിലും മനസ്സിലാക്കേണ്ടത് ഈ കോഴ്സ് എല്ലാവർക്കും വേണ്ടിയുള്ള കോഴ്സ് അല്ല. സാറിന് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? സാറിന് ചുമ്മാ ആപ്ലിക്കേഷൻ ഫോം വാങ്ങി വെച്ച് അവരുടെ ഫീസ് വാങ്ങി അവരെ പഠിപ്പിച്ചു വിട്ട് ഈ കോഴ്സ് അല്ലെങ്കിൽ വേറൊരു കോഴ്സ് ചെയ്ത് ജീവിച്ചാൽ പോരെ? നോക്കൂ, ഞാൻ ഒരു 37 കൊല്ലം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആളാണ്. കഴിഞ്ഞ 12 കൊല്ലമായി ഞാൻ പല ഭാഷകളിലായിട്ട് ഞാൻ ആൾക്കാരെ, കുട്ടികളെ പഠിപ്പിക്കുന്നു. പലരുമായിട്ട് ഞാൻ സംവദിക്കുന്നു. രാജീവ്സ് അർത്ത CS എന്ന് പറയുന്ന കമ്പനി സെക്രട്ടറി കോച്ചിങ് സ്ഥാപനം എൻ്റെ ഒരു ബിസിനസ് എന്റർപ്രൈസ് അല്ല. ഇതെൻ്റെ ഒരു കച്ചവട സ്ഥാപനമല്ല. ഞാനിവിടെ 20 കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ എപ്പോഴാണോ കമ്പനി സെക്രട്ടറി പഠിച്ചത് ആ സമയത്ത് എൻ്റെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവോ, അല്ലെങ്കിൽ എന്തെല്ലാം കോൺഫിഡൻസ് ഉണ്ടായിരുന്നുവോ, അല്ലെങ്കിൽ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്, അതുപോലെ വിചാരിക്കാൻ സാധ്യതയുള്ള ലൈഫ് സ്പെൻഡ് ചെയ്ത് പഠിച്ച് പാസ്സാക്കി കമ്പനി സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹിക്കുന്ന 20 കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ 20 കുട്ടികളെ ഞാൻ എൻ്റെ മക്കളെ പോലെ ഇവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കും. അവർക്ക് ഈ ഒരു വർഷം കൊണ്ട് എക്സിക്യൂട്ടീവ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വർഷം കൊണ്ട് എന്തെല്ലാം ഇൻഫർമേഷൻസ് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവൻ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് സർട്ടിഫിക്കറ്റുകൾ ജോലി തരുന്നില്ല എന്നുള്ളതിലാണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമോ എന്ന് ഉറപ്പ് പറയുന്നില്ല എന്നതിലാണ്. സർട്ടിഫിക്കറ്റുകൾക്കുപരി നിങ്ങൾക്ക് വേണ്ടത് നോളജാണ്. ആ നോളജ് അക്വിസിഷൻ പ്രോഗ്രാമിൽ സർട്ടിഫിക്കറ്റ് ഒരു സെക്കൻഡറി ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ നല്ല ഇൻഫർമേഷൻസ് ഉള്ള, അല്ലെങ്കിൽ ലോക പരിചയമുള്ള, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ് എന്റർപ്രൈസുകളിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയുന്ന കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുക, അവരത് മനസ്സിലാക്കി കൊടുക്കുക, അവരെ പാസ്സാക്കി എടുക്കുക. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയില്ല. ഞാൻ നിങ്ങളോട് നെഗറ്റീവ് പറയും, ഈ കോഴ്സ് പാസ്സാകാൻ പറ്റില്ല കേട്ടോ, മോന് പറ്റില്ല കേട്ടോ, മോൾക്ക് പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പഠിച്ചാൽ പാസ്സാവില്ല കേട്ടോ എന്നൊക്കെ ഞാൻ പറയും. ഞാനിങ്ങനെയാ. കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് നിങ്ങളെ ഇവിടെ പഠിപ്പിച്ച് കാശുണ്ടാക്കി വലിയൊരു വീട് വെക്കണമെന്നോ വലിയൊരു കാറ് വാങ്ങണമെന്നോ ആഗ്രഹമൊന്നും എനിക്കില്ല. എന്നാൽ നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ പാസ്സാകാൻ ഉറപ്പുള്ള ഒരാളാണെന്നും കുറച്ച് എഫേർട്ട് ഇട്ടാൽ അയാളെ പാസ്സാക്കാൻ സാധിക്കുമെന്നും ആ കഴിവുള്ള ഒരാളാണെന്നും എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്താ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയാണ്. കാരണം എനിക്കിവിടെ കമ്പനി സെക്രട്ടറി ആകണം. ഞാൻ വേറൊരു കോഴ്സും പഠിപ്പിക്കുന്നില്ല. കമ്പനി സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹിക്കുന്ന 20 കുട്ടികളെ ഞാൻ പഠിപ്പിക്കും. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് പരിപൂർണമായും ആൾ അറൗണ്ട് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാജീവ് സർത്ത CS വരാം. എന്നാൽ അടിച്ചു പൊളിക്കാനാണ്, ഇതൊരു വൺ അമംഗ് അതർ കോഴ്സ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശം അടുത്ത 1 കൊല്ലമോ 2 കൊല്ലമോ ആസ്വദിക്കലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ രാജീവ് സർത്ത CS പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരരുത്. കാരണം ഇവിടെ അതിനുള്ള സ്ഥലമല്ല. ഒരു വർഷം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ഒരു വർഷമാണ്. ആ ഒരു വർഷം നമ്മൾ മെന്റർ ചെയ്യുന്നത് പോലെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, മെന്റർ ചെയ്യുന്നത് പോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ മെന്റ് ചെയ്യാൻ വളയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അങ്ങനെ വളരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ആകാൻ സാധിക്കും രാജീവ് സർത്ത CS. സോ പരസ്യങ്ങളല്ല, വലിയ വലിയ വാഗ്ദാനങ്ങളല്ല. ഞാൻ പലരോടും പറയാറുണ്ട്, എൻ്റെ കയ്യിൽ പ്രത്യേക മാജിക് ഒന്നുമില്ല നിങ്ങളെ കമ്പനി സെക്രട്ടറി ആക്കാൻ. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. എൻ്റെ അടുത്തൊരു ടാബ്ലറ്റ് ഉണ്ട്, ആ ടാബ്ലറ്റ് കഴിച്ചാൽ നിങ്ങൾ കമ്പനി സെക്രട്ടറി ആവും. എൻ്റെ അടുത്ത് പഠിച്ചാൽ എല്ലാവരും കമ്പനി സെക്രട്ടറി ആകും. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ കഴിവുള്ള ഒരാളൊന്നുമല്ല ഞാൻ. എൻ്റെ കയ്യിലുള്ളത് 37 കൊല്ലത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്, മൾട്ടിപ്പിൾ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളെ പോലെ 10,000-കണക്കിന് ആൾക്കാരോട് സംസാരിച്ചിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കും, നിങ്ങളെ സഹായിക്കാൻ സാധിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ 100% സഹായിക്കാൻ തയ്യാറുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് രാജീവ് സർത്ത CS. നിങ്ങളുടെ അർപ്പണബോധമില്ലാതെ, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു എഫേർട്ട് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ കമ്പനി സെക്രട്ടറി പാസ്സാവില്ല. സോ നിങ്ങൾ പാസ്സാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വിചാരിക്കണം, പിന്നെ നിങ്ങൾക്ക് ആ ഫുൾ ഇക്കോ സിസ്റ്റം നിങ്ങളെ സഹായിക്കണം. അങ്ങനെ ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കരുത്, സാറെന്താ കുട്ടികളെ വേണ്ടേ, അഡ്മിഷൻ വേണ്ടേ, സാറിന് കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമല്ലേ? എനിക്ക് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പഠിപ്പിക്കാൻ. പക്ഷെ അത് ആഗ്രഹമുള്ള കുട്ടികളല്ലേ പഠിപ്പിക്കണ്ടേ, ആവശ്യമുള്ള കുട്ടികളല്ലേ പഠിക്കണ്ടേ, സ്വപ്നം കാണാൻ ധൈര്യമുള്ളവരെയല്ലേ പഠിപ്പിക്കണ്ടേ? അങ്ങനെ സ്വപ്നം കാണാൻ ധൈര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അങ്ങനെ എഫേർട്ടിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, എന്നെ പൈസക്കാരനാക്കലല്ല നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് രാജീവ് സർത്ത CS വരാം. ഈ ജൂണിലെ ബാച്ച് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എടുത്തു വെച്ചാൽ അടുത്ത ബാച്ചിൽ അഡ്മിഷൻ കിട്ടും. സോ നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്.
സോ അഡ്മിഷന് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ പലരും എന്നോട് ചോദിക്കും, സാർ എന്താണ് രാജീവ് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സ് ഭയങ്കര ടഫാണെന്നാണല്ലോ നമ്മളോട് പറയുന്നത്, നിനക്കിത് ചെയ്യാൻ പറ്റില്ല. ടഫാണ്. ഞാൻ എന്തുകൊണ്ട് ഞാൻ ടഫാണെന്ന് പറഞ്ഞുകൂടാ? ഞാൻ ടഫല്ല എന്ന് പറഞ്ഞാൽ ഇത് ടഫല്ലാണ്ടാകുമോ? എനിക്കറിയില്ല. അങ്ങനെ ആകില്ല. ടഫാണ്. ഈ കോഴ്സ് ടഫാണ്. ടഫായ ആൾക്കാർക്ക്, വലിയ സ്വപ്നങ്ങൾ കാണുന്ന നിങ്ങളെ പോലെയുള്ള ആളാണ് ഈ കോഴ്സ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുക. സോ ഈ സംശയം മനസ്സിൽ വെക്കേണ്ട. ഈ കോഴ്സ് ടഫാണോ, രാജീവ് സാർ എന്താ ഇങ്ങനെ പറയണത്, ചിന്തിക്കേണ്ട. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ 2-3 വർഷം എൻ്റെ ഒരു വാഗ്ദാനത്തിൽ വീണിട്ട്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ വാഗ്ദാനത്തിൽ വീണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആഗ്രഹമുള്ളവന് പഠിക്കാൻ, ആഗ്രഹമുള്ളവന് ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. അത് സ്വപ്നം കാണാൻ ധൈര്യമുള്ളവന് ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. എനിക്കൊരു കമ്പനി സെക്രട്ടറി ആകാമെങ്കിൽ നിങ്ങൾക്കും കമ്പനി സെക്രട്ടറി ആകാൻ പറ്റും. അടുത്തൊരു വീഡിയോ വരേക്കും ഇത് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.